guys, welcome back to another episode of collegemunshi.com. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പാരാമെഡിക്കൽ ഫീൽഡ് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് ഏറ്റവും നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഹൈ പേയിങ് ആയിട്ടുള്ള പാരാമെഡിക്കൽ ജോബ്സ് ഏതാന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ജോബ്സ് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പാരാമെഡിക്കൽ കോഴ്സ് ഏത് വേണമെന്ന് ചൂസ് ചെയ്യണം, ഏത് ചൂസ് ചെയ്യണം നിങ്ങൾക്ക് ആലോചിക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പാരാമെഡിക്കൽ ഫീൽഡ് റിലേറ്റഡ് എന്ത് അപ്ഡേറ്റ്സ് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിലും നമ്മളൊരു വാട്സപ്പ് ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ചാനലിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. എല്ലാവരും പെട്ടെന്ന് തന്നെ കയറി ജോയിൻ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാനാണ് ആഗ്രഹിച്ചെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറും വേണ്ട നഴ്സും വേണ്ട എന്നാണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബെസ്റ്റ് ഓപ്ഷൻ ആണ് പാരാമെഡിക്കൽ എന്ന് പറയുന്നത്. പാരാമെഡിക്കൽ എന്ന് പറയുന്നത് ഈ ഒരു നഴ്സിംഗ് അല്ലെങ്കിൽ MBBS കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഷോർട്ടർ ഡ്യൂറേഷൻ കോഴ്സ് ആണ്. അപ്പോൾ ഓരോ കോഴ്സും എന്ന് പറയുന്നത് ഒരു 3 to 5 ഇയർ ഡ്യൂറേഷനിലായിരിക്കും വരുന്നത്. 3 ഇയർ കോഴ്സ് പ്ലസ് 6 month അല്ലെങ്കിൽ 1 ഇയർ ഇന്റേൺഷിപ്സ് ആയിരിക്കും ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിനനുസരിച്ചിട്ടും ഈ ഒരു ഇന്റേൺഷിപ്പിന്റെ ഡ്യൂറേഷൻ ചേഞ്ച് ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് ഈ 3 to 4 ഇയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏത് ഫീൽഡ് അല്ലെങ്കിൽ ഹൈസ്റ്റ് പേയിങ് ആയിട്ടുള്ള ജോബ്സ് ഏതൊക്കെയാന്ന് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് ഏത് ഫീൽഡ് ചൂസ് ചെയ്യണം എന്ന് ആലോചിച്ചിട്ട് നല്ലൊരു കരിയർ നിങ്ങൾ ചൂസ് ചെയ്യാൻ നോക്കാം. അപ്പൊ നിങ്ങൾക്ക് റേഡിയോളജി അല്ലെങ്കിൽ ഇമേജിംഗ് ടെക്നോളജി കാര്യങ്ങളൊക്കെയാണ് ഇൻട്രസ്റ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റേഡിയോളജി ടെക്നീഷ്യൻ എന്ന് പറഞ്ഞൊരു ജോബ് റോള് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അറൌണ്ട് ഒരു 5 to 15 lakh പെർ ആനം വരെ നിങ്ങൾക്ക് ഈ ഒരു ജോബിന് കയറി കഴിഞ്ഞാൽ കിട്ടും. വിത്ത് എക്സ്പീരിയൻസ് കൂടുന്തോറും നിങ്ങൾക്ക് ജോബ് സാലറി പാക്കേജും കൂടി വരും. ആൻഡ് ഇന്ത്യന്റെ പുറത്ത് എബ്രോഡ് പോയിട്ട് ജോബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലും നല്ലൊരു സാലറി പാക്കേജ് ആണ് കിട്ടാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ഇതിനായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്, ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, പ്രാക്ടിക്കൽ നോളജ്, ഇന്റേൺഷിപ്പ്, പ്ലേസ്മെന്റ്, അതേപോലെ തന്നെ നല്ലൊരു സർട്ടിഫിക്കറ്റ് വാല്യൂ ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണോ നോക്കിയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എത്രയും ജോബ് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾക്ക് ജോബ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അതും നല്ല സാലറി പാക്കേജോട് കൂടി തന്നെ നിങ്ങൾക്ക് ജോബ് കിട്ടും. ഇനി ഈ ഒരു റേഡിയോളജി ടെക്നീഷ്യൻ ചെയ്യുന്ന ജോബ് റോൾ എന്ന് പറയുന്നത് ഓപ്പറേറ്റ്സ് MRI, CT സ്കാൻസ് ആൻഡ് X-ray മെഷീൻസ്. നെക്സ്റ്റ് വരുന്ന ഒരു ജോബ് റോളാണ് ഫിസിയോതെറാപ്പിസ്റ്റ്. അപ്പം നമുക്കറിയാം, നമുക്കിപ്പോൾ എന്തെങ്കിലും ഇഞ്ചുറി ആയി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്നൊരു പേരാണ് ഫിസിയോതെറാപ്പിസ്റ്റിനെ പോയി കാണുക അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി ചെയ്ത് കഴിഞ്ഞാൽ റെഡി ആവുന്നുള്ളത്. അപ്പോൾ കൂടുതൽ ഡോക്ടേഴ്സും അല്ലെങ്കിൽ ഇപ്പം തന്നെ എല്ലാ അധികം ഹോസ്പിറ്റൽസിലും ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ ജോബ് റോള് കൂടി വരുന്നൊരു ടൈമാണ്. അധികം ആളുകളും ഫിസിയോതെറാപ്പിനെ ബേസ് ചെയ്ത് ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ജോബ് റോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 4 to 10 lakh പെർ ആനം വരെയാണ് ഫസ്റ്റ് കിട്ടാൻ പോകുന്ന സാലറി പാക്കേജ്. അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കൂടുന്തോറും അതേപോലെ തന്നെ എബ്രോഡ് പോയി കഴിഞ്ഞാലും സാലറി പാക്കേജ് കൂടി വരും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് ആയിട്ട് വരുന്ന ഒരു സാധനമാണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. ആൻഡ് ഇതിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ പറഞ്ഞു റീഹാബിലിറ്റ് ചെയ്യുക, ആളുകളെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് മെയിൻ ആയിട്ട് ഇവർ ചെയ്യുന്നത്. അടുത്തതാണ് മെഡിക്കൽ ലാബ് ടെക്നോളജിസ്റ്റ്. അപ്പോൾ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിസീസ് എന്താണെങ്കിൽ അല്ലെങ്കിൽ ഒരു വൈറസ് പുതിയത് വന്നിട്ടുണ്ടെങ്കിൽ അതെന്താണ്, ബാക്ടീരിയ എന്താണ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഡയഗ്നോസ് ചെയ്യുക, കണ്ടുപിടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ലാബ് ടെക്നോളജിസ്റ്റ്. നമുക്കറിയാം കൊറോണ വന്നപ്പോൾ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിച്ച ഒരു ആൾക്കാരാണ് ലാബ് ടെക്നോളജിസ്റ്റുകൾ. അപ്പോൾ ഇനിയും രോഗങ്ങൾ കൂടി വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ലാബ് ടെക്നോളജി എന്നുള്ളൊരു ഫീൽഡും കൂടി അവരുടെ ജോബ് റോൾസും ഇൻക്രീസ് ചെയ്തുകൊണ്ട് വരികയാണ്. നിങ്ങൾക്കൊരു 4 to 8 lakh പെർ ആനം വരെയാണ് ഇതിന് തുടക്കം ഫ്രഷേഴ്സിന് സാലറി പാക്കേജ് ആയിട്ട് കിട്ടാൻ പോകുന്നത്. നെക്സ്റ്റത്തെ ജോബാണ് അനസ്തേഷ്യ ടെക്നീഷ്യൻ. അനസ്തേഷ്യ ടെക്നീഷ്യൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഓപ്പറേഷന്റെ ഒക്കെ ടൈമിൽ ഡോക്ടേഴ്സിന് അനസ്തേഷ്യ കൊടുക്കാൻ സഹായിക്കുന്ന ആളുകളെയാണ് അനസ്തേഷ്യ ടെക്നീഷ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് ഒരു 5 to 12 lakh പെർ ആനം വരെയുള്ള സാലറി പാക്കേജ് ആണ് കിട്ടാൻ പോകുന്നത്. ആൻഡ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കൂടുന്തോറും ഈ പറഞ്ഞ പോലെ തന്നെ സാലറി കൂടും. അതേപോലെ തന്നെ എബ്രോഡ് പോവുകയാണെങ്കിലും സാലറി പാക്കേജ് കൂടും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സർജിക്കൽ അല്ലെങ്കിൽ അനസ്തേഷ്യ വിഭാഗങ്ങളിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു കോഴ്സും ഫീൽഡും ആണ് അനസ്തേഷ്യ എന്ന് പറയുന്നത്. അപ്പൊ ഇത് മാത്രമല്ല ഇനിയും കുറെ അധികം ജോബ് റോൾസ് ഉണ്ട്. അപ്പൊ ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. പിന്നെ അടുത്തത് വരുന്നതാണ് കാർഡിയാക് ടെക്നീഷ്യൻ, ഡയാലിസിസ് ടെക്നീഷ്യൻ, ഒപ്റ്റോമെട്രിസ്റ്റ്, ട്രോമ ആൻഡ് എമർജൻസി ടെക്നീഷ്യൻ തുടങ്ങിയിട്ടുള്ള നിരവധി ജോബ് റോൾസ് ഈ ഒരു പാരാമെഡിക്കൽ ഫീൽഡ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് നല്ലൊരു ഹൈ സാലറി പാക്കേജ് തന്നെ ഇവിടുന്ന് ഓഫർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കൂടുന്തോറും സാലറി പാക്കേജും കൂടും. അതേപോലെ തന്നെ ഇന്ത്യയിലെക്കാട്ടിലും കുറേ അധികം സാലറി കൂടുതൽ എബ്രോഡ് പോയി കഴിഞ്ഞാലോ കിട്ടും. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഈ ജോബിനൊക്കെ ഫിറ്റ് ആണെങ്കിൽ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നെ നിങ്ങൾ ഈ കോഴ്സുകൾ പഠിക്കണം. അപ്പോൾ കോഴ്സുകൾ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ അസിസ്റ്റൻസ് വേണം അല്ലെങ്കിൽ നല്ല കോളേജസ് ചൂസ് ചെയ്യാനായിട്ടുള്ള ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. ഫ്രീ കരിയർ ഗൈഡൻസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ഇനി അഡ്മിഷൻ റിലേറ്റഡ് അപ്ഡേറ്റ്സ് എല്ലാം നമ്മൾ വാട്സ്ആപ്പ് ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ലിങ്കിൽ കയറിയിട്ട് ജോയിൻ ചെയ്യാം.